തോൽപ്പിച്ചാൽ നിലവാരം കൂടുമോ? ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം കുട്ടികളുടെ അവകാശം എന്ന ലഘുലേഖയിലെ രണ്ടാമത്തെ ഭാഗമാണ് വായിക്കുന്നത്. ആശങ്കകളും അഭിപ്രായങ്ങളും. വിദ്യാഭ്യാസ ഗുണമേന്മ സംബന്ധിച്ച് സംവാദങ്ങൾ നടത്തുമ്പോൾ സ്വാഭാവികമായി ഉയർന്നു വരുന്നതോ ബോധപൂർവം ചിലർ ഉയർത്തിക്കൊണ്ടുവരുന്നതോ ആയ പല ആശങ്കകളും സമൂഹത്തിലുണ്ട്. അതിൽ പ്രധാനമായവ താഴെ ചേർക്കുന്നു. എല്ലാവരും പാസ്സാകുമെന്നുണ്ടെങ്കിൽ പരീക്ഷ നടത്തുന്നത് എന്തിനാണ്? 2. കേരളത്തിലെ വിദ്യാഭ്യാസ ഗുണതയെ സംബന്ധിച്ച പ്രധാന ഘടകം ഓൾ പ്രൊമോഷനാണ്. എല്ലാവരും പാസ്സാകുമെന്നുറപ്പുള്ളതുകൊണ്ട് കുട്ടികൾ പഠനത്തെ ഗൗരവത്തോടെ സമീപിക്കുന്നില്ല. A+ കിട്ടിയ കുട്ടികൾക്ക് പോലും എഴുതാനും വായിക്കാനും അറിയില്ല. 4. ദേശീയതലത്തിൽ നടക്കുന്ന മത്സര പരീക്ഷകളിൽ കേരളം പിന്നിലാണ്. 5. ചില സ്കൂളുകളിൽ റിസൾട്ട് മെച്ചപ്പെടുത്തുവാൻ അനലഭിഷണീയമായ പല മാർഗങ്ങളും സ്വീകരിക്കുന്നു. മേൽപ്പറഞ്ഞ ആശങ്കകളും അഭിപ്രായങ്ങളുമെല്ലാം ഗൗരവതരമായ പരിഗണന അർഹിക്കുന്നവ തന്നെയാണ്. ഇവയുടെ നാനാവശങ്ങൾ ആഴത്തിൽ പരിശോധിക്കുകയും വസ്തുതകൾ ഉണ്ടെങ്കിൽ ബന്ധപ്പെട്ടവ തിരുത്തൽ നടപടികൾ സ്വീകരിക്കുകയും വേണമെന്നതിൽ തർക്കമില്ല. അവ ഓരോന്നോരോന്നായി പരിശോധിക്കാം. 1. എല്ലാവരും പാസ്സാകുന്ന പരീക്ഷ. സ്കൂളുകളിൽ വിവിധ ക്ലാസ്സുകളിൽ പരീക്ഷ നടക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഏറ്റവും ലഘുവായി പറഞ്ഞാൽ ക്ലാസ് മുറിയിൽ നടക്കുന്ന പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഓരോ കുട്ടിക്കും എത്രമാത്രം ആശയവ്യക്തത ലഭിച്ചുവെന്നറിയാൻ. ആശയവ്യക്തത ലഭിക്കാത്തവർക്ക് അത് എന്തുകൊണ്ട് ലഭിച്ചില്ലെന്ന് അധ്യാപകർക്ക് തിരിച്ചറിയാൻ. ഇതിന്റെ വെളിച്ചത്തിൽ തുടർന്ന് ഏതുതരം പഠന പ്രവർത്തനങ്ങൾ നൽകണമെന്ന് അധ്യാപികയ്ക്ക് തീരുമാനിക്കാൻ. അധ്യാപികയുടെ ക്ലാസ് റൂം പ്രവർത്തനം വിലയിരുത്തി മെച്ചപ്പെടുത്താം. വർഷാവസാനം നടത്തുന്ന പരീക്ഷകളെ ക്ലാസ് കയറ്റം പോലുള്ള തീരുമാനങ്ങൾ എടുക്കാനും സംവിധാനം പ്രയോജനപ്പെടുത്താറുണ്ട്. 10ലും 12ലും നടക്കുന്ന പരീക്ഷകൾ തുടർ പഠന തെരഞ്ഞെടുപ്പിനുള്ള അടിസ്ഥാനമായി ഉപയോഗിച്ചു വരുന്നു. 1997-98 പാഠ്യപദ്ധതി പരിഷ്കരണത്തിന് മുൻപ് കുട്ടികൾക്ക് എന്തറിയില്ല എന്നായിരുന്നു പരീക്ഷയിൽ പൊതുവിൽ നോക്കിയിരുന്നത്. എന്നാൽ പരിഷ്കരണത്തിന്റെ ഭാഗമായി മൂല്യനിർണയത്തിൽ മാറ്റം വന്നപ്പോൾ കുട്ടികൾക്ക് എന്തറിയാം എന്നതിനായി ഊന്നൽ. അതോടെ സാമൂഹികമായി പിന്നോട്ട് നിൽക്കുന്ന എല്ലാ പരീക്ഷകളിലും തോൽക്കാൻ വിധിക്കപ്പെട്ട പാവപ്പെട്ട കുട്ടികളിലെയും മറ്റും കുട്ടികൾക്ക് അവരുടെ കഴിവും പരിമിതികളും കുറച്ചൊക്കെ തിരിച്ചറിയാനും മുഖ്യധാരയിൽ പ്രതീക്ഷയോടെ തുടരുവാനുള്ള ഇടം ലഭിച്ചു. വിദ്യാഭ്യാസപരമായും സാമൂഹികപരമായും നോക്കിയാൽ പുരോഗമനപരമായ ഒരു നിലപാടായിരുന്നു അതിന്. കാരണം പൊതുവിദ്യാഭ്യാസം എന്നത് എല്ലാവരുടെയും അവകാശമാണ്. അത് സാധ്യമാക്കാൻ സംവിധാനത്തിന് ഉത്തരവാദിത്തമുണ്ട്. അത്തരമൊരു ഘട്ടത്തിൽ ആത്മവിശ്വാസം വളർത്തി എല്ലാവരെയും കൂടെ കൊണ്ടുപോകുന്ന സമീപനമാണ് ആവശ്യം. വിലയിരുത്തലിലൂടെ കുട്ടികളുടെ കഴിവുകൾ ഉയർത്തിക്കാട്ടുക, പോരായ്മകൾ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് അത് മറികടക്കാനുള്ള പിന്തുണ നൽകുക, ഇത്രയേ പുതിയ പാഠ്യപദ്ധതിയുടെ ഭാഗമായി ചെയ്യാൻ ശ്രമിച്ചത്. ഈയൊരു മാറ്റത്തെ അധ്യാപക സമൂഹത്തിലെ വലിയൊരു വിഭാഗം അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ അംഗീകരിച്ചു. പിന്നോക്കം നിൽക്കുന്നവർ പോലും ഉത്സാഹത്തോടെ പഠന പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്ന കാഴ്ച അവരെ സന്തോഷിപ്പിച്ചു. എന്നാൽ പരീക്ഷയെ സംബന്ധിച്ച സാമ്പ്രദായിക ധാരണ കൊണ്ടു നടക്കുന്ന ചിലർ പരീക്ഷയുടെ ഗൗരവം ഇല്ലാതെയാക്കിയെന്ന ആരോപണവുമായി രംഗത്തെത്തി. അവരെ സംബന്ധിച്ച് കുറച്ചുപേരെ തോൽപ്പിക്കാത്ത പരീക്ഷ ആ പേരിന് അർഹമല്ല. അത് പഴയ പരീക്ഷയല്ലെന്നും കുട്ടികളുടെ പഠന പുരോഗതിയുടെ വിലയിരുത്തലുമാണെന്നുള്ള വിശദീകരണം അവർക്ക് സ്വീകാര്യമായിരുന്നില്ല. ദേശീയ വിദ്യാഭ്യാസ നയം 2020 അവരുടെ വാദത്തിന് ശക്തി പകർന്നു. 3, 5, 8 ക്ലാസുകളിൽ ദേശീയ തലത്തിൽ പൊതുപരീക്ഷ കൊണ്ടുവരുമെന്ന നിർദ്ദേശത്തിന്റെ പശ്ചാത്തലത്തിൽ അവർ വീണ്ടും എതിർപ്പുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. സംസ്ഥാന സർക്കാർ ഇത് തത്വത്തിൽ അംഗീകരിച്ചിട്ടില്ല എങ്കിലും 8ാം ക്ലാസ്സിൽ ഈ വർഷം മിനിമം മാർക്ക് കൊണ്ടുവരുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. വിദ്യാഭ്യാസ വകുപ്പിൽ ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്ന ചില ഉദ്യോഗസ്ഥർ ഇത്തരം ആശയങ്ങൾ കൊണ്ടു നടക്കുന്നവരാണ്. ഇതോടെ പരീക്ഷയിലൂടെ കുട്ടികൾ തോൽക്കുമെന്ന നില കേരളത്തിൽ വീണ്ടും സംജാതരായിരിക്കുന്നു. തോൽക്കുന്നവരെ 2 ആഴ്ചത്തെ തീവ്ര പരിശീലനത്തിലൂടെ ജയിപ്പിക്കുന്നവരാക്കി മാറ്റുമെന്നാണ് പറയുന്നത്. ഇത് കോച്ചിങ് ഇല്ലാതെ മറ്റൊന്നുമല്ല. തോൽപ്പിക്കേണ്ടവരെ കണ്ടെത്തലാണ് പരീക്ഷയുടെ ലക്ഷ്യമെങ്കിൽ എല്ലാവരും ജയിക്കുന്നത് പ്രശ്നം തന്നെയാണ്. പക്ഷേ സ്കൂൾ വിദ്യാഭ്യാസ ഘട്ടത്തിൽ തോൽപ്പിക്കുക എന്നത് നമ്മുടെ ലക്ഷ്യമേ അല്ല.
നിശ്ചിതമായ കഴിവുകൾ ഒരു പരിധിവരെയെങ്കിലും നേടാതെ കുട്ടികൾക്ക് ക്ലാസ് കയറ്റം നൽകുന്നുവെങ്കിൽ അത് ഗൗരവമേറിയ പ്രശ്നം തന്നെയാണ്. നിലവാരക്കുറവിന് കുട്ടിയെ കാരണക്കാരിയായി മാറ്റുന്നതും അതിനുള്ള ശിക്ഷ എന്ന നിലയിൽ കുട്ടിയെ തോൽപ്പിക്കുന്നതും ആശാസ്യമേ അല്ല. കുട്ടി പരാജയപ്പെടുന്നു എന്നതിൻ്റെ യഥാർത്ഥ അർത്ഥം സംവിധാനവും സമൂഹവും പരാജയപ്പെടുന്നു എന്ന് തന്നെയല്ലേ? അതിനാൽ 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ്സിൻ്റെ അന്തിമഘട്ടം വരെ കുട്ടികളെ തിരിച്ചറിഞ്ഞ് സഹായിക്കാൻ കഴിയുന്ന തരത്തിലുള്ള വിലയിരുത്തൽ രീതികൾ നടപ്പാക്കണം. ആ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ മെച്ചപ്പെട്ട പിന്തുണ അവർക്ക് നൽകണം. ഓരോ ക്ലാസ്സിലും നേടേണ്ടത് മുഴുവൻ നേടുന്നുവെന്നത് ഉറപ്പാക്കണം. പാഠപുസ്തകം യാന്ത്രികമായി പഠിപ്പിച്ചു തീർക്കുകയല്ല അധ്യാപകർ ചെയ്യേണ്ടത്. പാഠപുസ്തകത്തിലുള്ള പാഠങ്ങളെ വഴക്കത്തോടെ ഉപയോഗപ്പെടുത്തിയും അധിക പിന്തുണ വേണ്ടവർക്ക് പറ്റിയ പാഠങ്ങൾ സ്വയം തയ്യാറാക്കിയും തൻ്റെ കുട്ടികളെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സ്വാതന്ത്ര്യം അധ്യാപകർക്ക് നൽകണം. പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ സാമൂഹിക, സാമ്പത്തിക, കുടുംബ പശ്ചാത്തലം തിരിച്ചറിഞ്ഞ് മതിയായ അക്കാദമിക, സാമൂഹിക പിന്തുണ ഉറപ്പാക്കാൻ സ്കൂളും അയൽപ്പക്ക സമൂഹവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും തയ്യാറാവണം. ഇത് ആശയപരമായും പ്രായോഗികമായും മെനക്കെട്ട പണിയാണെങ്കിലും പഠിക്കാനും മുന്നേറുവാനുള്ള ഏവരുടെയും അവകാശത്തെ അംഗീകരിക്കുന്നുണ്ടുവെങ്കിൽ ആ ചുമതല നാം ഏറ്റെടുത്തേ മതിയാകൂ. പരീക്ഷകൾ പേരിന് നടത്തുകയും അതൊരു അധിക പിന്തുണയും ലഭിക്കാതെ കുട്ടികളെ കയറ്റിവിടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ പരീക്ഷയിലും കുട്ടികളുമില്ല കുറ്റങ്ങൾ കണ്ടെത്തുകയാണ്. പരീക്ഷയിലും കുട്ടികളിലുമല്ല കുറ്റങ്ങൾ കണ്ടെത്തേണ്ടത്, മറിച്ച് ഇത്തരമൊരു സംവിധാനത്തെ ഇവിടെ ഉണ്ടാക്കുകയും നിലനിർത്തുകയും ചെയ്യുന്നവരെയാണ്. ചുരുക്കത്തിൽ ഓരോ പാഠം ആശയരൂപീകരണം പൂർത്തിയാകുമ്പോഴും നേടേണ്ട ആശയങ്ങളിൽ ഉണ്ടാകുന്ന വിടവുകൾ കണ്ടെത്തി പരിഹരിക്കാൻ അധ്യാപകർ ഉൾപ്പെടുന്ന സംവിധാനം തയ്യാറാകേണ്ടതുണ്ട്. അതേസമയം പൊതുവിദ്യാലയത്തിൻ്റെ അന്തിമഘട്ടത്തിലോ ഒരു കോഴ്സിലേക്ക് ആളുകളെ തിരഞ്ഞെടുക്കുന്ന ഘട്ടത്തിലോ നടത്തുന്ന പരീക്ഷ കുട്ടികളെ അവരുടെ കഴിവിനനുസരിച്ച് തരംതിരിക്കാനും തുടർ പഠനം ഏത് മേഖലയിൽ വേണമെന്ന് തീരുമാനിക്കാനും ഉതകുന്നതാവണം എന്നതിൽ പക്ഷാന്തരമില്ല. 10ൻ്റെയും 12ൻ്റെയും ഒടുവിൽ നടത്തുന്ന പരീക്ഷകൾ ഈ ലക്ഷ്യം മുന്നിൽ കണ്ട് ഇനിയും മെച്ചപ്പെടുത്തണം. 2. ഓൾ പ്രൊമോഷൻ എന്ന വില്ലൻ. സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് പലപ്പോഴും കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ഓൾ പ്രൊമോഷൻ സമ്പ്രദായത്തെയാണ്. സ്കൂൾ വിദ്യാഭ്യാസത്തിൽ എല്ലാ കാലത്തും എല്ലാ ക്ലാസ്സിലും കുട്ടികളെ മുകളിലത്തെ ക്ലാസ്സിലേക്ക് നിർബാധം കയറ്റിവിടുന്ന ഒരു പ്രൊമോഷൻ രീതി ഇവിടെ ഉണ്ടായിരുന്നുവെന്നും അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്ന മട്ടിലാണ് പലരും ഇക്കാര്യം പറയുന്നത്. ഒരു പക്ഷേ ഇവർ ഉദ്ദേശിക്കുന്നത് 1972-73 ചാക്കിരി അഹമ്മദ് കുട്ടി വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലത്ത് കൊണ്ടുവന്ന പ്രൊമോഷൻ രീതിയെ ആവാം. ഈ ഉത്തരവോടെ 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന മുഴുവൻ കുട്ടികളെയും 2-ാം ക്ലാസ്സിലേക്ക് പ്രൊമോട്ട് ചെയ്യണം എന്ന് വന്നു. 1-ഉം 2ഉം ക്ലാസ്സുകളെ അക്ഷരപഠനത്തെയും സംഖ്യാബോധത്തെയും മുൻനിർത്തി ഒരു യൂണിറ്റായി കാണാറുണ്ട് എന്നതിനാൽ ഇതിൽ അക്കാദമികമായ ഒരു യുക്തിയുണ്ട്. 2 മുതൽ 7 വരെ ക്ലാസ്സുകളിലുള്ള കുട്ടികൾ 90% പേർക്കെങ്കിലും അടുത്ത ക്ലാസ്സിലേക്ക് പ്രൊമോഷൻ കൊടുക്കണമെന്നും 8-9 ക്ലാസ്സുകളിൽ 80% കുട്ടികളെയെങ്കിലും അടുത്ത ക്ലാസ്സിലേക്ക് പ്രവേശിക്കണമെന്നും നിർദ്ദേശിക്കപ്പെട്ടു. ഇങ്ങനെ കുട്ടികളെ തൊട്ടടുത്ത ക്ലാസ്സിലേക്ക് പ്രൊമോട്ട് ചെയ്യുമ്പോൾ അവർ നിശ്ചിത നിലവാരം നേടുന്നുവെന്നത് ഉറപ്പുവരുത്തണമെന്ന കാഴ്ചപ്പാട് കൂടി അതിൽ അന്തർലീനമായി ഉണ്ടായിരുന്നു. എന്നാൽ പലപ്പോഴും ഈ ഉത്തരവ് മനസ്സിലാക്കപ്പെട്ടത് യാന്ത്രികമായ രീതിയിലാണ്. 2 മുതൽ 9 വരെ ക്ലാസ്സുകളിൽ നിശ്ചിത ശതമാനം കുട്ടികളെ തോൽപ്പിക്കണമെന്നും ബാക്കിയുള്ള കുട്ടികളെ ഏതെങ്കിലും വിധേന ക്ലാസ് കയറ്റിവിട്ടാൽ മതിയെന്നും പലരും കരുതി. ഇങ്ങനെ ഒരു കൂട്ടം കുട്ടികളെ പ്രമോഷൻ കൊടുത്ത് നിർബാധം കയറ്റിവിടുമ്പോൾ അവരുടെ ഗുണനിലവാരം തൃപ്തികരമാണോ എന്ന കാര്യം സംവിധാനം ഉറപ്പാക്കിയില്ല. അതുപോലെ 2 മുതൽ 7 വരെ ക്ലാസ്സുകളിൽ 10% കുട്ടികളെയും 8-9 ക്ലാസ്സുകളിൽ 20% കുട്ടികളെയും തോൽപ്പിക്കാമെന്നായപ്പോൾ തോറ്റുപോകുന്ന കുട്ടികൾ ആരാണെന്നോ അവരെന്തുകൊണ്ട് തോറ്റുപോകുന്നുവെന്നോ പരിശോധിക്കാനും സംവിധാനം തയ്യാറായില്ല. ഇതിന്റെ ഫലമായി ഉയർന്ന ക്ലാസ്സുകളിലേക്ക് വേണ്ടത്ര കഴിവുകളില്ലാതെ കുറെ കുട്ടികൾ കയറിപ്പോകുന്നതും തോൽക്കുന്ന വിഭാഗങ്ങൾ നിരന്തരമായി തോറ്റുകൊണ്ടിരിക്കുന്നതും ഒരു സാധാരണ സംഭവം മാത്രമായി മാറി. ഗുണനിലവാര ചർച്ചകൾ ഉയരുമ്പോഴും ഈ സമ്പ്രദായമാണ്, അല്ലാതെ ഇത് നന്നായി നടപ്പിലാക്കാത്ത സംവിധാനത്തെയല്ല കുറ്റക്കാർ എന്ന പൊതുധാരണ ഉയർന്ന നിലയുമുണ്ടായി. ഈ സമ്പ്രദായം വരും മുമ്പ് എത്ര പേരെ വേണമെങ്കിലും തോൽപ്പിക്കാമായിരുന്നു.
1972-73 നിർദ്ദേശം അതിലൊന്ന് ലഘൂകരിച്ചെന്ന് മാത്രം. തോൽക്കുന്നവരുടെ എണ്ണം അതോടെ കുറഞ്ഞു. പക്ഷേ തോൽക്കുന്ന വിഭാഗങ്ങൾ ആരാണെന്നതിൽ ഒരു മാറ്റവും ഉണ്ടായില്ല. ഈ വ്യവസ്ഥ ഏറ്റവും ഭംഗിയായി നടപ്പാക്കിയുള്ള സ്ഥിതി നോക്കൂ. 100 കുട്ടികൾ 1-ാം ക്ലാസ്സിൽ ചേരുന്നുവെന്ന് കരുതിയാൽ 10-ാം ക്ലാസ്സിൽ 34 കുട്ടികൾ മാത്രമേ തോൽക്കാതെ എത്തിച്ചേരൂ. അക്കാലത്ത് 10-ാം ക്ലാസ്സിൽ 50% താഴെയായിരുന്നു റിസൾട്ട് എന്ന വസ്തുത കൂടി കണക്കിലെടുത്താൽ 100 കുട്ടികളിൽ 1-ാം ക്ലാസ്സിൽ ചേർന്നാൽ 17 കുട്ടികൾ മാത്രമാവും ഒരിക്കലും തോൽക്കാതെ SSLC പാസ്സാകുന്നത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ 83 കുട്ടികൾ വരെ പരീക്ഷയിലൂടെ ഒഴിവാക്കപ്പെടാം. തോറ്റ ചില കുട്ടികൾ 2-3 വർഷം അതേ ക്ലാസ്സിൽ നിന്ന് പഠിച്ചു പാസ്സാകുന്നത് കൂടി പരിശോധിച്ചാൽ ഏകദേശം 30 കുട്ടികൾ SSLC പാസ്സാകുന്ന നില ഉണ്ടായേക്കാം. അതിനർത്ഥം കുട്ടികളെ പാസ്സാക്കുന്നതിൽ ഉദാര സമീപനമെടുത്ത ചാക്കിരിയുടെ കാലത്ത് പോലും 70% കുട്ടികളെ വരെ പൊതുധാരയിൽ നിന്ന് അരിച്ചു കളയുന്നുണ്ടായിരുന്നു എന്നതാണ്. ഇനി കൃത്യമായ ഒരു കണക്ക് തന്നെ പറയാം. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ വിഭാഗം രേഖകൾ പ്രകാരം ചാക്കിരി പാസ് നിലനിന്നിരുന്ന 1990-91 കാലത്ത് കേരളത്തിലെ വിദ്യാലയങ്ങളിൽ 1-ാം തരത്തിൽ ചേർന്ന 6,1030 കുട്ടികളിൽ 4,54,525 പേരാണ് 9-ാം തരം പൂർത്തിയാക്കി 1999 10-ാം ക്ലാസ്സിലെത്തിയത്. ഇതിനിടയിൽ വിവിധ കാലഘട്ടങ്ങളിൽ പഠനം നിർത്തിയത് 1,46,505 കുട്ടികളാണ്. അതായത് 24.38% പേർ കൊഴിഞ്ഞു. ഒരു കുഞ്ഞും സ്വമേധയാ തൻ്റെ വീട്ടുകാരെ വിട്ട് കൊഴിഞ്ഞു പോകാൻ ഇഷ്ടപ്പെടില്ല. കുട്ടികൾക്ക് പൊതുധാരയിൽ തുടരാൻ കഴിയാത്ത അന്തരീക്ഷം ഉണ്ടാക്കി വിദ്യാഭ്യാസ സംവിധാനം അവരെ ഒഴിവാക്കുകയാണ് ചെയ്തത് എന്ന് പറയുന്നതിൽ തെറ്റില്ല എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. മേൽക്കാലയളവിൽ നമ്മുടെ വിദ്യാലയങ്ങളിൽ നിന്നും പട്ടികജാതി വിഭാഗത്തിലെ 36% കുട്ടികൾ പഠനം നിർത്തി. ഈ വിഭാഗത്തിലെ 68,822 കുട്ടികൾ 1-ാം ക്ലാസ്സിൽ ചേർന്നപ്പോൾ 44,184 കുട്ടികളാണ് 10-ാം തരത്തിലെത്തിയത്. പഠനം നിർത്തിയത് 24,638 പേർ. പട്ടിക വിഭാഗത്തിലെ കുട്ടികളിൽ വഴിക്ക് വെച്ച് പഠനം നിർത്തിയത് 66%-ലധികമായിരുന്നു. ഈ വിഭാഗത്തിലെ 9,827 കുട്ടികളിൽ 3,312 കുട്ടികളാണ് 10-ാം ക്ലാസ്സിൽ എത്തിച്ചേർന്നത്. അതായത് 5,575 കുട്ടികൾ പഠനം നിർത്തിപ്പോയി. അങ്ങനെ 10 വർഷം കൊണ്ട് കേരളത്തിലെ ക്ലാസ് മുറികളിൽ ബാക്കിയായ കുട്ടികൾക്ക് വേണ്ടി 2000 മാർച്ചിൽ നടത്തിയ SSLC പരീക്ഷയിൽ കേവലം 56.18% കുട്ടികൾ മാത്രമാണ് അടുത്ത ഘട്ടത്തിലേക്കുള്ള വിദ്യാഭ്യാസത്തിന് അർഹത നേടിയത്. അതായത് ആ വർഷം പരീക്ഷ എഴുതിയവരിൽ 44% പേരെ വിദ്യാഭ്യാസത്തിന്റെ പുറംപോക്കിലേക്ക് സംവിധാനം വലിച്ചെറിഞ്ഞു. 1989 1-ാം ക്ലാസ്സിൽ ചേർന്നതിൽ 10-ാം തരത്തിലെത്തും മുമ്പ് കൊഴിഞ്ഞുപോയത് ജനറൽ വിഭാഗത്തിലെ 25% കുട്ടികളും പട്ടികജാതി വിഭാഗത്തിലെ 36% കുട്ടികളും പട്ടികവർഗത്തിലെ 66% കുട്ടികളാണ്. ഇവരുടെ എണ്ണം കൂട്ടി കണക്കിലെടുത്താൽ കൊഴിഞ്ഞുപോയതും SSLC പരീക്ഷയുടെ തോറ്റും മുഖ്യധാരയിൽ നിന്ന് പുറന്തള്ളപ്പെട്ടവർ ഏതാണ്ട് 60% നിന്ന് അടുത്താണെന്ന് കാണാം. സാമൂഹികവും സാമ്പത്തികവുമായ പിന്തുണ ആവശ്യമുള്ള വിഭാഗങ്ങളെ ഇങ്ങനെ പരീക്ഷകളിലൂടെ പുറന്തള്ളുന്നത് നീതീകരിക്കാൻ നമുക്ക് കഴിയുമോ എന്നാണ് ഇതിൽ ചോദിച്ചിരിക്കുന്നത്. 2009 വിദ്യാഭ്യാസ അവകാശത്തെ തുടർന്നാണ് 1 മുതൽ 8 വരെ ക്ലാസ്സുകളിൽ ഒരു കുട്ടിയും തോൽപ്പിക്കരുത് എന്ന ഉദ്ദേശത്തോടെ നോ ഡീറ്റൻഷൻ പോളിസി രാജ്യത്താകെ നടപ്പാക്കിയത്. എല്ലാ കുട്ടികളെയും ഉപാധികളില്ലാതെ പാസ്സാക്കണമെന്നല്ല ഇവിടെയും ഉദ്ദേശിച്ചത്. ഓരോ ക്ലാസ്സിലും നേടേണ്ട കഴിവുകൾ കുട്ടികൾക്ക് മികവോടെ തന്നെ നേടിയെടുത്തുകൊണ്ട് അവരെ അടുത്ത ക്ലാസ്സിലേക്ക് പ്രവേശിപ്പിക്കണമെന്നാണ്. ഈ നിയമം വരുന്നതിന് മുമ്പാകട്ടെ കുട്ടികൾ പല ക്ലാസ്സുകളിൽ വെച്ച് വൻതോതിൽ തോൽപ്പിക്കപ്പെട്ടു. അതിൻ്റെ ഭാഗമായി പഠിക്കാൻ കൊള്ളുന്നവരല്ല തങ്ങളെന്ന് കുട്ടികളും പഠിക്കാൻ കഴിവുള്ളവരല്ല തങ്ങളുടെ കുട്ടികളെന്ന് രക്ഷിതാക്കളും ധരിച്ചു. ആ കുട്ടികൾ സ്കൂളിൽ പോകുന്നത് നിർത്തി. ഏറെ പേർ വയലേലകളിലേക്കോ പണശാലകളിലേക്കോ പോയി. വേറെ ചിലർ വീട്ടിൽ ഇളയ കുട്ടികളെ നോക്കാൻ നിയോഗിക്കപ്പെട്ടു. വിദ്യാഭ്യാസ അവകാശ നിയമം ഇതിന് മാറ്റം വരുത്തി. വിദ്യാഭ്യാസം നിർബന്ധിതമാക്കുന്ന എലിമെന്ററി എഡ്യൂക്കേഷൻ ആക്ട് 1870 തന്നെ ബ്രിട്ടനിൽ
വരികയുണ്ടായി. 1882 ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷന് മുമ്പാകെ സാർവത്രികവും നിർബന്ധിതമായ വിദ്യാഭ്യാസം ഇന്ത്യയിൽ നടപ്പാക്കണമെന്ന ആവശ്യം ഇന്ത്യൻ നേതാക്കൾ ഉയർത്തുന്നുണ്ട്. ഇതിന്റെ തുടർച്ചയാണ് ഗോപാലകൃഷ്ണ ഗോഖലെ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിനായുള്ള അഭ്യർത്ഥന ഇമ്പീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിന്റെ മുൻപാകെ 1906 കൊണ്ടുവന്നത്. 2010 സ്വകാര്യ ബില്ലായി അദ്ദേഹം വീണ്ടും കൊണ്ടുവന്നെങ്കിലും തിരസ്കരിക്കപ്പെട്ടു. 1937 നയി താലിം എന്നറിയപ്പെടുന്ന പദ്ധതിയിലൂടെ മഹാത്മാഗാന്ധി ഈ ആശയം വീണ്ടും ചർച്ചാ വിഷയമാക്കി. ഇതിൻ്റെയെല്ലാം പ്രതിഫലനം എന്നോണം 1950 ഇന്ത്യൻ ഭരണഘടന രൂപീകരിച്ചപ്പോൾ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തി 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും സാർവത്രികവുമായ വിദ്യാഭ്യാസം നൽകേണ്ടതിൻ്റെ ആവശ്യകത വെളിവാക്കി. ഇത് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയാണ് 2001 വിദ്യാഭ്യാസം നിർബന്ധിതവും അവകാശവുമാക്കിക്കൊണ്ടുള്ള 45ാം ഭരണഘടനാ ഭേദഗതി വന്നതും വർഷമേറെ കഴിഞ്ഞ് 2009 അത് സംബന്ധിച്ച നിയമം പാസാക്കിയതും. ഇതോടെ 1 മുതൽ 8 വരെയുള്ള കുട്ടികളെ തോൽപ്പിക്കാൻ പാടില്ലെന്ന സാഹചര്യം രൂപപ്പെട്ടു. ഇത്രയേറെ പരിശ്രമങ്ങളിലൂടെ കൊണ്ടുവന്ന ഒരു നിയമത്തെയാണ് കഴിഞ്ഞ കേന്ദ്ര സർക്കാർ 2019 മറ്റൊരു വിധിയിലൂടെ ദുർബലപ്പെടുത്തിയത്. അതനുസരിച്ച് ഈ നിയമം നടപ്പിലാക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള ഉത്തരവാദിത്തം സംസ്ഥാനങ്ങളുടെ തലയിലിട്ട് കേന്ദ്രം കൈയൊഴിഞ്ഞു. പല സംസ്ഥാനങ്ങളും നോ ഡീറ്റൻഷൻ സമ്പ്രദായം വേണ്ടെന്ന് വെച്ചു. അതോടെ പണ്ട് കണ്ടതുപോലെ പിന്നോക്ക വിഭാഗങ്ങളുടെ കുട്ടികൾ സ്കൂളിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്നതും പണിശാലകളിലേക്ക് എത്തിപ്പെടുന്നതും വീണ്ടും കാണാൻ തുടങ്ങി. കേരളമാകട്ടെ അതിനെതിരായ നിലപാടെടുത്തു. ഓൾ പ്രൊമോഷനാണ് നിലവാരം തകർത്തതെന്ന് ഒറ്റയടിക്ക് പറയുന്നവർ ഇത്രയെങ്കിലും ചരിത്രവും ആലോചനകളും ലക്ഷ്യങ്ങളും ഇതിന് പിന്നിലുണ്ട് എന്നത് മറക്കുന്നു എന്നാണ് ഇതിലെഴുതിയിരിക്കുന്നത്. ഈ നിയമ ഭേദഗതി പാർലമെന്റിൽ ചർച്ചയ്ക്ക് വന്നപ്പോൾ ഇന്ത്യയിലെ ഇടതുപക്ഷ എംപിമാർ ഈ ഭേദഗതി പിന്നോക്ക വിഭാഗങ്ങളെ സ്കൂൾ പഠനത്തിൽ നിന്ന് പുറത്താക്കുന്നതിന് കാരണമാകുന്നുവെന്നും ഇത് പഴയ അവസ്ഥയിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകണമെന്നുള്ള വിമർശനങ്ങൾ ഉയർത്തി. ഇപ്പോഴത്തെ സംസ്ഥാന സർക്കാർ ഈ നിയമത്തിന് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഭേദഗതി മറ്റു രീതിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. 8ാം ക്ലാസ്സിൽ നിന്ന് 9ാം ക്ലാസ്സിലേക്ക് പാസ്സാകണമെന്നതിൽ ഈ വർഷം എഴുത്തു പരീക്ഷയിൽ 30% മാർക്ക് വേണമെന്ന നിബന്ധന അവർ ഏർപ്പെടുത്തിയിരിക്കുന്നു. ഇത് വരും വർഷം 8, 9 ക്ലാസ്സുകളിലേക്കും തൊട്ടടുത്ത വർഷം അതായത് 2026-27 8, 9, 10 ക്ലാസ്സുകളിലും നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. എല്ലാ കുട്ടികളെയും തോൽപ്പിക്കാതെ മുന്നിലെത്തിക്കണമെന്ന് സർക്കാർ കൂട്ടത്തിൽ പറയുന്നുണ്ടെങ്കിലും അതെങ്ങനെ സാധ്യമാകും എന്ന് വ്യക്തമാകുന്നില്ല. പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട പാവപ്പെട്ടവരും ദരിദ്രവുമായ കുട്ടികൾ കുറെ പേർ ഭാവിയിൽ പൊതുവിദ്യാഭ്യാസം പൂർണ്ണമായും അനുഭവിക്കാതെ പുറത്തേക്ക് പോകുന്ന അവസ്ഥ കേരളത്തിൽ സൃഷ്ടിക്കപ്പെടും. പുതിയ തീരുമാനം പലവിധത്തിലുള്ള സാമൂഹിക സാമ്പത്തിക താല്പര്യങ്ങളെയും സമ്മർദ്ദത്തിൻ്റെയും ഭാഗമാകാം. പക്ഷേ ഇത് ഉണ്ടാക്കാൻ പോകുന്ന വിദ്യാഭ്യാസപരവും രാഷ്ട്രീയവും സാമൂഹികവുമായ പ്രത്യാഘാതങ്ങൾ ബന്ധപ്പെട്ടവർ വേണ്ടത്ര വിലയിരുത്തിയിട്ടില്ല എന്ന് കരുതേണ്ടിയിരിക്കുന്നു എന്നാണ് ഇതിലെഴുതിയിരിക്കുന്നത്. ഓൾ പ്രൊമോഷൻ ഉള്ളതുകൊണ്ട് കുട്ടികൾ പഠനത്തെ ഗൗരവത്തോടെ സമീപിക്കുന്നില്ല എന്നൊരു വാദവുമുണ്ട്. ഏതായാലും പാസ്സാകുമെന്ന മനോഭാവം ചെറിയ പ്രായത്തിൽ തന്നെ ഉണ്ടാവുന്നത് ആത്യന്തികമായി ദോഷം ചെയ്യുമെന്നും പരാജയത്തെ അഭിമുഖീകരിക്കാൻ കുട്ടികൾക്ക് കഴിയാത്ത അവസ്ഥ വരുമെന്നും ചിലർ പറയുന്നുണ്ട്. ചുരുക്കത്തിൽ ഓൾ പ്രൊമോഷനാണ് നിലവാര പ്രശ്നങ്ങളുടെ മൂലകാരണം എന്ന് സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ കുട്ടികളും സ്കൂൾ വിദ്യാഭ്യാസം നേടേണ്ടതില്ല, ചിലർക്ക് അതിനുള്ള കഴിവുകളില്ല, അതുകൊണ്ട് അവരെ അരിച്ചു മാറ്റണം, എങ്കിലേ വിദ്യാഭ്യാസ രംഗത്ത് ഗുണമേന്മ വർദ്ധിക്കൂ എന്നാണ് അത്ര ചിലരുടെ മനസ്സിലിരിപ്പ്. ഇത് ഉറക്കെ പറയുന്നതിന് തുല്യമാണ് സർക്കാരിൻ്റെ പുതിയ ഉത്തരവ്. മുൻപ് അരിച്ചു മാറ്റപ്പെട്ട കുട്ടികൾ ആരായിരുന്നു? അവരുടെ സാമൂഹിക സാമ്പത്തിക പശ്ചാത്തലം എന്തായിരുന്നു എന്നതുകൂടി നോക്കേണ്ടതില്ലേ? പഠനകാലത്ത് മുഴുവൻ പിൻബെഞ്ചുകളിൽ ഇരിക്കാൻ വിധിക്കപ്പെട്ട് ഒടുവിൽ 10ാം തരം പരീക്ഷ എഴുതിയിട്ടും വിജയിക്കാൻ കഴിയാതെ പുറത്തേക്ക് വലിച്ചെറിയപ്പെട്ട കുട്ടികൾ സമൂഹത്തിലെ ഏറ്റവും പിന്നാമ്പുറത്തു നിന്നുള്ളവരായിരുന്നു. അതിദരിദ്രർ, പട്ടികവർഗക്കാർ, പട്ടികജാതിക്കാർ, മത്സ്യത്തൊഴിലാളികൾ, OBC വിഭാഗത്തിലെയും മത ഭാഷാ ന്യൂനപക്ഷത്തിലെയും പാവപ്പെട്ടവർ എന്നിവരെയാണ് അതിൽ മഹാഭൂരിപക്ഷവും. 90കളുടെ അവസാനം വരെ ഇവർ വിദ്യാഭ്യാസത്തിന്റെ പിന്നാമ്പുറത്ത് കഴിയുകയായിരുന്നു എന്ന യാഥാർത്ഥ്യം നാം മറക്കരുത്. ആ അവസ്ഥയിലേക്ക് തിരിച്ചു നടക്കുകയാണോ വേണ്ടത്? മുൻകാലങ്ങളിൽ ഇങ്ങനെ അരിച്ചു മാറ്റപ്പെട്ടവരുടെ വൈദഗ്ധ്യം പ്രയോജനപ്പെടുത്തിയാണ് സമൂഹത്തിലെ ഉൽപാദന പ്രവർത്തനങ്ങളെല്ലാം നടത്തിയിരുന്നത്. പണിക്ക് ആളെ കെട്ടണമെങ്കിൽ കുറെ കൂടി കുട്ടികൾ തോൽക്കണം എന്നായിരുന്നു ഫ്യൂഡൽ ജന്മിത്ത കാലത്തെ ചിന്താഗതി.
കോർപ്പറേറ്റുകളും മറ്റൊരു ഭാഷയിൽ ഇത് തന്നെയാണ് നിലപാടെടുക്കുന്നത്. സർക്കാർ ഖജനാവിൽ നിന്നും പണമെടുത്ത് സാർവത്രിക വിദ്യാഭ്യാസം നൽകേണ്ടതില്ല എന്നാണ് അവർ പറയുന്നത്. പാവപ്പെട്ടവരുടെ വീട്ടിൽ നിന്ന് വരുന്ന കുട്ടികൾ തോൽക്കേണ്ടതാണ് എന്ന ഉപരിവർഗ ചിന്താഗതി ഇന്നും കേരളത്തിൽ തുടരുന്നുവെന്നത് പരീക്ഷണത്തിൽ എല്ലാ കുട്ടികളും ജയിക്കാനുള്ളതല്ല എന്നും നോ ഡീറ്റൻഷൻ പോളിസി എടുത്തു കളയണമെന്നുള്ള വാദങ്ങളുടെ പൊരുൾ. വിദ്യാഭ്യാസ രംഗത്ത് സാമൂഹ്യനീതി പരിഗണിക്കപ്പെടേണ്ടതില്ല എന്ന വലതുപക്ഷ തീവ്രപുരമാണ് ഇത്തരം നിലപാടുകളുടെ ആന്തരിക ചോദന എന്നാണ് ഇതിലെഴുതിയിരിക്കുന്നത്. ദേശീയ വിദ്യാഭ്യാസം 2020 അരിച്ചുമാറ്റലിനെ പരിപോഷിപ്പിക്കുന്നതാണ് കേരളം എന്നും ചേർത്ത് പിടിക്കലിനെയാണ് പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത്. ഇങ്ങനെ ചേർത്ത് പിടിക്കുമ്പോഴും വിദ്യാഭ്യാസത്തിലെ ഗുണമേന്മയുടെ കാര്യത്തിലും ഒരു വിധത്തിലുള്ള വിട്ടുവീഴ്ചയും വരുത്താതെ എല്ലാ കുട്ടികളുടെയും കഴിവിനെ എങ്ങനെ വളർത്താമെന്നാണ് നാം ആലോചിക്കേണ്ടത്.